ഹായ്, നമസ്കാരം. നിങ്ങൾ ദുരന്തർ എന്ന സിനിമ കണ്ടോ? കണ്ടപ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം ഭാവനയുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ ആ സിനിമയിലെ യാഥാർത്ഥ്യവും ഭാവനയും ഒന്ന് വേർതിരിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കേ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ദുരന്തർ സിനിമ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തി കളഞ്ഞു. പക്ഷേ അതിൽ കാണിച്ച ആ ഞെട്ടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിലേതൊക്കെയാണ് ശരിക്കും നടന്നത്, ഏതൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി കുറച്ചൊന്ന് പൊലിപ്പിച്ചത്? വാ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സിനിമയിലെ ശരിക്കും നടന്ന സംഭവങ്ങളിലേക്ക് പോകാം. കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. ഇതൊന്നും വെറും തിരക്കഥയല്ല, പച്ചയായ ജീവിതമാണ്. സിനിമയിൽ നമ്മുടെയെല്ലാം കണ്ണ് നനയിച്ചൊരു രംഗമില്ലേ? 2001 പാർലമെന്റ് ആക്രമണത്തിൽ സ്വന്തം ജീവൻ ബലി കൊടുത്ത ആ ലേഡി കോൺസ്റ്റബിൾ. അത് വെറുമൊരു സിനിമാറ്റിക് കഥാപാത്രമല്ല, അത് കമലേഷ് കുമാരി യാദവ് എന്ന യഥാർത്ഥ ഹീറോയുടെ കഥയാണ്. അതെ, അത് സത്യമാണ്. ഇനി കാണ്ഡഹാർ വിമാനം റാഞ്ചിയ സീൻ ഓർക്കുന്നുണ്ടോ? യാത്രക്കാർക്ക് ധൈര്യം കൊടുക്കാൻ അജിത് ഡോവൽ ആ വിമാനത്തിനുള്ളിലേക്ക് കയറിപ്പോയത്. ഹോ, എന്തൊരു സീനായിരുന്നു അതല്ലേ! അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണെന്നാവും നമ്മളിൽ പലരും കരുതിയത്. പക്ഷെ അല്ല, അത് 100% സത്യമാണ്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യം. അതുപോലെ അർജുൻ റാംപാലിന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്, 1000 മുറിവുകളിലൂടെ ഇന്ത്യയെ രക്തം വാർക്കുക എന്ന്. അതൊരു വെറും സിനിമാ ഡയലോഗാണെന്ന് കരുതരുത്. അത് ശരിക്കും നിലവിലുണ്ടായിരുന്ന ഒരു മിലിറ്ററി സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള പരാമർശമാണ്. അപ്പോൾ ഇത്രയൊക്കെ റിയൽ ഫാക്ട്സ് സിനിമയിലുണ്ട്. ഇനി നമുക്ക് സിനിമയുടെ ഭാവനയുടെ ഭാഗത്തേക്കൊന്ന് കടക്കാം. എവിടെയാണ് തിരക്കഥാകൃത്ത് സ്വന്തം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചത്? നോക്കാം. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. സിനിമയുടെ ആത്മാവ് എന്ന് പറയാവുന്ന ദുരന്തർ ഓപ്പറേഷനുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഫിക്ഷനാണ്. അതെ, ജീവപര്യന്തം തടവുകാരെ വെച്ച് ഒരു സീക്രട്ട് ഏജൻസി ഉണ്ടാക്കുക എന്ന ആശയം സിനിമയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നും, അല്ലേ? നിയമത്തിന്റെ ഒരു പ്രശ്നവുമില്ലാത്തൊരു ഹീറോ. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, യഥാർത്ഥ ലോകത്ത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? ഒരിക്കലുമല്ല. ഇതൊരു ക്ലാസിക് സിനിമാറ്റിക് ട്രിക്കാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇനിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. സിനിമയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരാണ് ഏറ്റവും റിയലായിട്ടുള്ളവർ. സിനിമയിലെ പ്രധാന വില്ലൻ റഹ്മാൻ ഡെക്കൈറ്റ്. അയാൾ വെറുമൊരു ഗുണ്ട മാത്രമായിരുന്നോ? അല്ല. സത്യം പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൽ അയാൾക്ക് 2 മുഖങ്ങളുണ്ടായിരുന്നു. നിയമത്തിന്റെ കണ്ണിൽ ഒരു കൊടും കുറ്റവാളി, പക്ഷെ സ്വന്തം നാട്ടുകാർക്ക് അയാളൊരു ദൈവത്തെ പോലെയായിരുന്നു. ഇനി അയാളെ വേട്ടയാടുന്ന പോലീസ് ഓഫീസറുടെ കാര്യം? സഞ്ജയ് ദത്തിന്റെ ആ കഥാപാത്രം, അത് ചൗധരി അസ്ലം ഖാൻ എന്ന ശരിക്കുള്ളൊരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു ഒന്നൊന്നര ഐറ്റമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് കേൾക്കണോ? ഇത് സിനിമയിലുള്ളതല്ല, ശരിക്കും അദ്ദേഹം പറഞ്ഞതാണ്. അവർ സിംഹത്തിന്റെ വായിലാണ് കൈവച്ചിരിക്കുന്നത്. ഞാൻ അവരുടെ വംശം തന്നെ ഇല്ലാതാക്കും. ആലോചിച്ചു നോക്കൂ, എന്തൊരു ഫയറായിരുന്നു ആ മനുഷ്യനെന്ന്. ഇതുകൊണ്ടും തീർന്നില്ല. സിനിമയിൽ നമ്മൾ കാണുന്ന ആ പൊളിറ്റീഷ്യനില്ലേ, അതും റിയലാണ്. ലിയാരിയിലെ ആ വയലൻസും കള്ളനോട്ടടിക്കുന്ന ആ ചേട്ടനും അനിയനും വരെ എല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നിന്നെടുത്തതാണ്. സിനിമയിൽ നമ്മളെ ശരിക്കും ഒലച്ചു കളഞ്ഞൊരു രംഗമുണ്ട്. 26/11 ആക്രമണ സമയത്ത് ടെററിസ്റ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആ ഫോൺ കോളുകൾ, ആ ഓഡിയോ ടേപ്പുകൾ, അത് 100% റിയലാണ്. അന്ന് നടന്ന ആ ക്രൂരതയുടെ നേർസാക്ഷ്യമാണ് ആ സംഭാഷണങ്ങൾ. അപ്പോ എവിടെയാണ് സത്യം തീരുന്നത്? എവിടെയാണ് സിനിമ തുടങ്ങുന്നത്? ദുരന്തർ എന്ന സിനിമ യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വളരെ മനോഹരമായി ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയൊരു കഥ കാണുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നൊരു ചോദ്യം ഈ സിനിമ ബാക്കിവെക്കുന്നുണ്ട്. ഈ ഒരു ഡീപ്പ് ഡൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ വിശകലനം ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.